അടുത്ത് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് മമ്മൂട്ടിയും മോഹൻലാലും. ഈ നടന്മാരെന്നുണ്ടെങ്കിൽ താങ്കൾ ഇവരെ രണ്ടുപേരെയും കൂടെ തുലനം ചെയ്താൽ ആർക്കായിരിക്കും അഭിനയത്തിന്റെ കാര്യത്തിൽ തുലനം? ഒരു ആക്ടറുള്ള നിലയിൽ മമ്മൂട്ടി പല ലിമിറ്റേഷൻസ് ഉണ്ട് ഇല്ലെന്ന് മോഹൻലാലാണ് യൂണിറ്റി കണ്ട. അത് അതുപോലെ തന്നെ എന്റെ വ്യക്തിപരമായിട്ടും പറയുന്നത് യൂണിറ്റിയെ കണ്ടിട്ടുള്ള ഏറ്റവും വലുതാണ് ആക്ടർ എന്ന് പറയുന്ന ആളാണ്. മലയാള സിനിമയുടെ ആരാധകനാണ് താൻ. മോഹൻലാലിനെ പോലെ സ്വാഭാവികമായി അഭിനയിക്കുന്നവരില്ല. I have great admiration for Mohanlal. I think he is one of the finest actors in the country today. He's so relaxed and so normal and so effortless in his performances. I always keep telling him that. I had the good fortune to work with him in Ram Gopal Varma's film, and but I've always believed that he is the most natural actor that we have in the country today. South Indiaയിലല്ല ലോകത്തിൽ തന്നെ എന്ന് പറയാം ഇത്രയും ഈസിയായിട്ട് അഭിനയിക്കത്തക്ക ഒരു നടൻ നമ്മുടെ ലാൽ മാത്രമേ ഉള്ളൂ. பாம்பேக்கு போறேன், ஆந்திராவுக்கு போறேன், நிறைய ஊர் சுத்தி இருக்கேன். அங்க கூட அவங்க எல்லாம் மோகன்லால் சார் பத்தி பேசிட்டு இருப்பாங்க. அப்பா என்ன ஒரு ஆக்டர், இப்படி பண்றாரு எங்காല്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ അങ്ങേന്റെ അഭിനയം കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്തൊരു റേഞ്ചാണ്. ലാലിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ വളരെ അധികം സൂക്ഷിക്കണം. ബിക്കോസ് ആ സീൻ മുഴുവൻ അങ്ങനെ തന്നെ മുഴുവനും. അതുകൊണ്ട് കണ്ണ് ചിമ്പാൻ പോലും പാടില്ല. ഇത്രയും ഒരു നല്ല ആർട്ടിസ്റ്റിന്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ലല്ലോ എന്ന് പല പ്രാവശ്യം ഞാൻ വിചാരിക്കാറുണ്ട്. ഒരു പ്രത്യേകതയാണ്, ഒരു പ്രത്യേക അനുഭൂതിയാണ് ലാലിന്റെ ഒപ്പം അഭിനയിക്കുമ്പോൾ. ഏറ്റവും പുതിയൊരു ആർട്ടിസ്റ്റിന്റെ ഒരു പെരുമാറ്റം ഉണ്ടായിട്ടുള്ള ഒരാളായിട്ട് ഞാൻ ലാലിനെ അനലൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാൻ ആരോടും പറയും ഇതിനെക്കാട്ടിലും നല്ലൊരു ആക്ടറായിട്ട് എൻ്റെ ജീവിതത്തിൽ വർക്ക് ചെയ്തില്ല. ആൻഡ് ഈ എൻ്റെ ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആക്ടറാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി മോഹൻലാലാണെന്ന് മാത്രമേ പറയൂ. മണിരത്നം പോലുള്ള ഡയറക്ടേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനിനി ഇയാളെ വെച്ച് പടം എടുക്കില്ല. ഞാൻ അതിന് അല്ല കട്ട് പറയാൻ നമ്മൾ മറന്നു പോകും, കണ്ടുകൊണ്ട് നിൽക്കും. ഒരു ഡയറക്ടർ എന്നുള്ള പൊസിഷൻ വിട്ടുപോകുന്നു. How did you manage? So definitely he's a great actor. மோகன்லால் சாரோட பாடி லாங்குவேஜ் ரொம்ப பிடிக்கும். மோகன்லால் சாரோட படங்கள் பார்க்கும்போது ஒரு மியூசிக் மாதிரியே இருக்கும் அவரோட பாடி லாங்குவேஜ். அவரோட விரல்கள் பேசும், கட்டவரல் பேசும், ஒரு நக்கிள்ஸ் பேசும், எல்போ பேசும். ഡയലോഗ് മാറിയ അവരുടെ ബോഡി ലാംഗ്വേജും അഴകാ இருக்கும். മോഹൻലാലിന് പകരം മോഹൻലാൽ മാത്രം. കാര്യം അതാണ് അദ്ദേഹത്തിന്റെ ഗ്രേറ്റ്നെസ്. അഭിനയിക്കുകയാണെന്ന് നമുക്കൊരിക്കലും തോന്നത്തില്ല. അഭിനയം എന്താ പറയുക, അഭിനയ മുഹൂർത്തങ്ങൾ ഒരിക്കലും നമുക്ക് മനസ്സിൽ നിന്ന് മായാത്ത വിധത്തിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചൊരു അതുല്യ പ്രതിഭയാണ് ശ്രീ മോഹൻലാൽ. മോഹൻലാൽ എന്ന നടനെ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു നടനുള്ള നിലയ്ക്ക് ഒരു വ്യത്യസ്തമായ ഒരു സ്ഥാനം ഉണ്ടായിരിക്കുന്നതിന്റെ കാരണം തന്നെ ഇദ്ദേഹം ഒരിക്കലും അഭിനയിക്കാറില്ല, മറിച്ച് ആ കഥാപാത്രമാവുകയും ആ കഥാപാത്രത്തിനെ പോലെ ബിഹേവ് ചെയ്യുകയും ചെയ്യാണ് അദ്ദേഹം ഒരു സിനിമയിലും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഏതൊരു സംവിധായകനെ സംബന്ധിച്ചും ഒരു സംവിധായകന്റെ ഏറ്റവും പ്രിയപ്പെട്ട നടനാകാൻ ശ്രീ മോഹൻലാലിന് പെട്ടെന്ന് കഴിയും. സിനിമയിലെ ഏറ്റവും നല്ല നടന്മാരിൽ ഒരാൾ എന്നുമല്ല മോഹൻലാലിനെ കുറിച്ച് പറയേണ്ടത്. ലോക സിനിമയിലെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാൾ എന്നാണ്. മോഹൻലാൽ ഈസ് എ ബോൺ ആക്ടർ. സൂക്ഷ്മഭാവങ്ങൾ പോലും ഇത്രയും മനോഹരമായിട്ട് മുഖത്തും ശരീരത്തിലും ബോഡി ലാംഗ്വേജിലും കാണിക്കുന്ന ഒരു നടനെ നമുക്ക് വേറെ കാണാൻ കഴിയില്ല. യാതൊരു പ്രയാസമില്ലാതെ, ഒരു സ്റ്റിഫ്നെസ് ഇല്ലാതെ ആ കഥാപാത്രമായിട്ട് മാറാനുള്ള കെൽപ്പും കഴിവും അതൊരു അനുഗ്രഹം തന്നെയാണ് ദൈവത്തിന്റെ. He has an amazing ability to just be the character and not play the character. I think that's his greatest. ഏത് തരത്തിലുള്ള ഡയറക്ടേഴ്സിലൂടെയും ഏത് സെറ്റപ്പിലും ഏത് രാജ്യത്ത് നിന്നാലും മോഹൻലാൽ എല്ലാം ചുരുങ്ങിയ സമയം കൊണ്ട് അവരുടെ പ്രിയങ്കരനായി തീരും. I think it's a very, very huge gift to a director to have an actor like Lal. സംവിധായകൻ നിർദ്ദേശിക്കുന്ന മാനങ്ങൾക്കപ്പുറം തൻ്റേതായ ഒരു മാനം കൂടി അദ്ദേഹത്തിന് അതിൽ ചേർത്ത് വെക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ കലാകാരൻ ഒരു അത്ഭുത പ്രതിഭയായിട്ട് മാറുന്നത്. മോഹൻലാലിന്റെ കമ്പനികളും നഖത്തിന്റെ അറ്റം പോലും അഭിനയിക്കും. നിർജീവമായ നഖത്തിന്റെ അഗ്രഹങ്ങൾ പോലും അഭിനയിക്കുന്നു. കാണാൻ കഴിയും പലപ്പോഴും. ഇന്ത്യൻ സിനിമയിൽ അതുപോലെ നടന്നുണ്ട്. നമുക്ക് നല്ല സ്മരണമാണ്. ഇപ്പം പഴശ്ശിരാജൊക്കെ നമുക്ക് തന്നെ അതുകൊണ്ട് വേറെ കഴിക്കാൻ പറ്റില്ല. നമുക്കൊക്കെ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. പഴശ്ശിരാജ, വടക്കൻ വീരഗാഥ, ഇങ്ങനെ ന്യൂഡൽഹി, ഇതൊക്കെ നമുക്കൊക്കെ മാത്രം ചെയ്യാം. അത് മലയാളത്തിന്റെ അഭിമാനമാണ്. പക്ഷേ
ഒരു ഏത് ലെവലിലേക്ക് വരികയും ഉയരുകയും ചെയ്യുന്ന, ഉയരുകയും താഴുകയും ചെയ്യുന്ന അഭിനയത്തിന്റെ ഒരു റേഞ്ചാണ് മോഹൻലാലിന്റെ. ബിസിനസ്സിലൊന്നും അദ്ദേഹം സക്സസ് ആണെന്ന് ചോദിക്കുന്നത്. അവനൊന്നും പുള്ളി ഉള്ളത് യഥാർത്ഥ കലാകാരൻ. ഓരോ സെൽഫിലും അഭിനയം നിറഞ്ഞു കൊടുക്കുന്ന ഒരു കലാകാരൻ. അദ്ദേഹത്തിന് പറയാനുള്ള അവകാശം അദ്ദേഹം എനിക്ക് പറയണം. മലയാള സിനിമയിൽ അമ്മയുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, മലയാളത്തിൽ മോഹൻലാൽ മലയാള സിനിമയുടെ കാര്യങ്ങളൂടെ നോക്കാനുള്ള അവകാശം മോഹൻലാലിനോട്. മോഹൻലാലിന്റെ മോഹൻലാൽ BA എന്ന് പറയുന്ന പരീക്ഷ ക്ലാസ് നോക്കി മാർക്കിട്ട് മോഹൻലാലിന്റെ സെക്രട്ടറി ആക്കിയതല്ല. മോഹൻലാലിന്റെ മലയാളത്തിന്റെ സിനിമ അഭിനയം തൊഴിലാക്കിയ തൊഴിലാളികൾ തെരഞ്ഞെടുത്ത സെക്രട്ടറിയാണ്. ഒന്ന് മലയാള സിനിമയിൽ മോഹൻലാൽ പറയുന്നത് ഒരു വിലയുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്നത് കേൾക്കാൻ ഞങ്ങളെല്ലാവരും. മോഹൻലാലിന്റെ എന്ത് കാര്യം മോഹൻലാൽ പ്രസംഗിച്ചാലും കുറച്ച് അധിക പ്രസംഗം നടത്തിയാലും ഞങ്ങൾ സഹിക്കും. ഈ അധിക പ്രസംഗം പറയാനാണ് ഇനിയും മോഹൻലാലിന്റെ പുറകിൽ ഞങ്ങൾ പോകുന്നത്. നമ്മുടെ ലാലേട്ടൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ അന്നൊരു പാട്ട് പാടി ഓർക്കണ്ടെങ്കിൽ ലാലേട്ടനെ കുറിച്ചിട്ട്, മോഹൻലാല ഹൈ മോഹൻലാല മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാറ, ഇടതു തോൾ ചരിച്ചു വെച്ച് ഹിപ്പ് മുടി നീട്ടി വെച്ച് ഫാസിലിന്റെ ചിത്രത്തിൽ വന്ന ലാല, ഉടുമുണ്ടുരിഞ്ഞു വെച്ച് മുട്ടനാടിൻ ചോരമോന്തി ആടുതോമയായെന്നും നിന്ന ലാല, ഭരതനാട്യ ചോട് വെച്ച് കഥകളിയുടെ മുദ്ര കാട്ടി ഭരതത്തിൽ ഭരത് വാങ്ങി വന്ന ലാല, ആക്ഷൻ എന്ന് കേട്ടിടുമ്പോൾ ഒറ്റ ടേക്കിലൊക്കെയാക്കും മോഹൻലാല. ലാലിനെ സംബന്ധിച്ച് അതല്ല, കിട്ടുന്നത് എന്തും റിയാക്ട് ചെയ്യാന്നുള്ള, എന്നെ സംബന്ധിച്ച് കിട്ടുന്നതിന് എന്തും റിയാക്ട് ചെയ്യാന്നുള്ള ഈ ആക്ഷൻ ആൻഡ് റിയാക്ഷനാണ് പ്രേക്ഷകരെ രസിപ്പിക്കുന്നത്. അത് ഞാനും ലാലും വരുന്ന പടങ്ങളിൽ മിക്കവാറും ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടൊന്നുമല്ല. അദ്ദേഹവും കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാതെ ക്യാമറയുടെ മുമ്പിൽ ഒരു വാക്ക് പറയും, അല്ലെ ഒരു വരി പറയും, അതിന് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അല്ലാതെ റെസ്പോണ്ട് ചെയ്യണം. ഒരു വെട്ട് വന്നാൽ തടുക്കണം.